ബിഗ് ബോസ് മലയാളം സീസൺ 4 നടി ലക്ഷ്മിപ്രിയ മലയാളി പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ലക്ഷ്മിപ്രിയയുടെ ഹൗസിലെ പെരുമാറ്റങ്ങൾ കുലസ്ത്രീ എന്ന വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. എന്നാൽ അങ്ങനെ തന്നെ വിളിക്കുന്നതിൽ യാതൊരു പരാതിയും തനിക്കില്ലെന്ന് പറയുകയാണ് ഇപ്പോൾ നടി. മാത്രമല്ല, കുലസ്ത്രീ വിളി തനിക്ക് അഭിമാനമാണെന്നും താരം പറയുന്നു. ഫിൽമി ബീറ്റ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: ബിഗ് ബോസിൽ പോയിട്ട് ഒരുപാട് ചീത്തപ്പേരുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. 1-2 കാര്യങ്ങൾക്കേ ഉള്ളൂ. അത് എൻ്റെ പ്രതികരണങ്ങൾ കൊണ്ടാണ്. അതിൽ എനിക്ക് കുറ്റബോധമില്ല. എനിക്ക് പറ്റിയിട്ടുള്ള തെറ്റുകളും എനിക്കറിയാം. ബിഗ് ബോസ് എന്ന ഷോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ കുറച്ച് ലൗഡാകണം. അങ്ങനെയാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റേണ്ടത്, നടി പറഞ്ഞു. സീസൺ 4 ഫിനാലെയിലെ ലക്ഷ്മിപ്രിയയുടെ എവിക്ഷൻ വലിയ ട്രോളിന് കാരണമായിരുന്നു. ഇതിനെക്കുറിച്ചും നടി സംസാരിച്ചു. എൻ്റെ എവിക്ഷന്റെ സമയത്ത് എനിക്ക് 3 കാര്യങ്ങളാണ് മനസ്സിൽ ഉണ്ടായിരുന്നത്. 1, ആ വീടുമായി ഞാൻ വല്ലാതെ അടുത്തിരുന്നു. ഞാൻ ജപിച്ചുകൊണ്ടിരുന്ന സ്ഥലം, ഞാൻ ഇരിക്കാറുള്ള ഇടം, മഴ കണ്ടത്, വർത്താനം പറയുന്ന ഇടങ്ങൾ, ആ വീട് പൊളിക്കുമെന്ന തോന്നലൊക്കെ മനസ്സിലുണ്ടായിരുന്നു. എവിക്റ്റഡ് ആയപ്പോൾ ആ വീടിനോട് വിട പറഞ്ഞില്ലെന്ന തോന്നൽ എനിക്കുണ്ടായിരുന്നു. അവിടെയുള്ളവരോട് വിട പറയാനായില്ലെന്ന തോന്നലും മനസ്സിൽ ഉണ്ടായിരുന്നു. ഞാൻ ടോപ്പ് 4 എത്തിയില്ലേ, 100 ദിവസം അവിടെ നിൽക്കണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എൻ്റെ മകളുടെ പേരായ മാതംഗി എന്ന് വിളിച്ച് ഞാൻ വളർത്തി വലുതാക്കിയൊരു ചെടി അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പോകുമ്പോൾ ആ ചെടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നു. അതും എനിക്ക് കിട്ടിയില്ല. ഇതൊന്നും അറിയാതെയാണ് ആളുകൾ ട്രോളാക്കുന്നത്. എന്നെ കുലസ്ത്രീ എന്ന് വിളിക്കുന്നത് അഭിമാനമായി കാണുന്നൊരാളാണ് ഞാൻ. ഇനി ആരെന്ത് പറഞ്ഞാലും അങ്ങനെയാണ്. എന്നെ വീട്ടിൽ നിന്നും ഭർത്താവും മകളുമൊക്കെ നന്നായി ട്രോളാറുണ്ട്. ഒരുപാട് മണ്ടത്തരങ്ങളൊക്കെ പറ്റുന്ന ഒരു സാധാരണ വീട്ടമ്മയാണ് ഞാൻ. ഈ സീസണിലെ ബിഗ് ബോസ് കോംബോയെക്കുറിച്ച് അഭിപ്രായമൊന്നുമില്ല. പക്ഷേ വൃത്തിയില്ലായ്മയെക്കുറിച്ച് അഭിപ്രായമുണ്ട്. ബിഗ് ബോസ് ഹൗസ് എന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ്. വൃത്തിഹീനമായ കാര്യം എത്ര പേർ കണ്ടുകൊണ്ടിരിക്കും? മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ പാലിക്കേണ്ട മര്യാദകളുണ്ട്. ഭക്ഷണം കഴിച്ച പാത്രം കഴുകി വെക്കാനും, തുണി മടക്കി വെക്കാനും, ബെഡ്റൂം വൃത്തിയായി സൂക്ഷിക്കാനും, കാലിലെ നഖം തിന്നാതിരിക്കാനും, തുമ്മുമ്പോൾ മൂക്ക് പൊത്താനുമൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ വീടല്ലല്ലോ അത്. കൂടെയുള്ളത് സഹമത്സരാർത്ഥികളാണ്, അല്ലാതെ നമ്മുടെ സഹോദരങ്ങളൊന്നുമല്ല നമ്മുടെ മോശം കാര്യങ്ങൾ സഹിക്കാൻ, ലക്ഷ്മിപ്രിയ പറഞ്ഞു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.